മനസ്സ് നന്നാവട്ടെ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന്റെ പുതിയ പോർട്ടലിലേക്ക് സ്കൂൾ യൂണിറ്റ് തലത്തിൽ സംഘടിപ്പിക്കപ്പെട്ട റെഗുലർ പ്രവർത്തനങ്ങളുടെ ഡാറ്റ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. ഭാവിയിലേക്ക് ഡോക്യുമെന്റേഷനും മോണിറ്ററിങ്ങിനും റിപ്പോർട്ടിങ്ങിനും ഉപകരിക്കുന്ന രീതിയിൽ ലളിതമായി നമ്മൾ ഈ ഡാറ്റ പുതിയ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് 21 ഇനങ്ങളായിട്ടാണ്. NSS മാനുവലിന് അനുസരിച്ച് നിഷ്കർഷിക്കപ്പെട്ട 20 മണിക്കൂറിന്റെ ഓറിയന്റേഷൻ ആക്ടിവിറ്റികൾ 4ആയും 30 മണിക്കൂറിൽ നിർവഹിക്കപ്പെടേണ്ട ക്യാമ്പസ് ആക്ടിവിറ്റികൾ 4ആയും 70 മണിക്കൂറിൽ നിർവഹിക്കപ്പെടേണ്ട കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ ബാക്കി 13 ആണ് നമ്മൾ ഈ പോർട്ടലിലേക്ക് ഡാറ്റയായി അപ്ലോഡ് ചെയ്യേണ്ടത്. 20 മണിക്കൂറിൽ നിർവഹിക്കപ്പെടേണ്ട ഓറിയന്റേഷൻ ആക്ടിവിറ്റികൾ അതിന്റെ യഥാർത്ഥ നേരിട്ടുള്ള ഗുണഭോക്താക്കൾ നമ്മുടെ വിദ്യാർത്ഥി വളണ്ടിയർമാരായിരിക്കണം. അത് ക്ലാസ് രൂപത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നത് മെസ്സേജ് കൈകാര്യം ചെയ്തുകൊണ്ടോ സ്കിൽ കൈകാര്യം ചെയ്തുകൊണ്ടോ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ടോ അതുമല്ലെങ്കിൽ സ്പെഷ്യൽ ആക്ടിവിറ്റി ആയിട്ടോ ആയിരിക്കാം. അത് ഓരോന്നായി നമ്മൾ പരിചയപ്പെടുകയാണ്. ക്രമം നമ്പർ 1, ക്ലാസ് തലത്തിൽ സന്ദേശങ്ങൾ കൈമാറുന്ന രീതിയിൽ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ക്ലാസുകളോ സംവാദങ്ങളോ സെമിനാറുകളോ അടങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ക്രമം നമ്പർ 2, സ്കൂൾ തലത്തിൽ ക്ലാസ് തലത്തിൽ വിദ്യാർത്ഥി വളണ്ടിയർമാരുടെ സ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ക്ലാസ് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ. മൂന്നാമതായി, ക്ലാസ് തലത്തിൽ തന്നെ വിദ്യാർത്ഥികൾ ഉൽപ്പന്നം നിർമ്മിക്കുന്ന രീതിയിലേക്ക് സജ്ജീകരിക്കപ്പെട്ട ക്ലാസുകൾ. ഈ 3 മെസ്സേജായോ സ്കില്ലായോ ഉൽപ്പന്നമായോ പ്രൊഡക്റ്റായോ നിങ്ങൾക്ക് തരംതിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ പ്രവർത്തനത്തെ നിങ്ങളുടെ സ്കൂളിന്റെ ഓറിയന്റേഷൻ ഗ്രൂപ്പിലെ സ്പെഷ്യൽ ആക്ടിവിറ്റിയായി നിങ്ങൾക്ക് ഡാറ്റ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഏരിയ 30 മണിക്കൂറിൽ നിർവഹിക്കപ്പെടേണ്ട ക്യാമ്പസ് ആക്ടിവിറ്റീസ് ആണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് വിദ്യാർത്ഥി വളണ്ടിയർമാരാൽ സംഘടിപ്പിക്കപ്പെടുന്നതാണെങ്കിലും നമ്മുടെ മുഴുവൻ ക്യാമ്പസിനും നമ്മുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകരിക്കപ്പെടുന്ന രീതിയിലാണ് നിങ്ങൾ ആ പ്രവർത്തനം സംഘടിപ്പിച്ചത് എങ്കിൽ അത് ഈ ഗണത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. സ്കൂൾ തലത്തിൽ മെസ്സേജ് ഓറിയന്റഡ് ആവാം, സർവീസ് ഓറിയന്റഡ് ആവാം, പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആവാം, അതുമല്ലെങ്കിൽ അതിനെ സ്പെഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് കാണിക്കാം. അതായത് ക്രമം നമ്പർ 5, സ്കൂൾ തലത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മെസ്സേജ് കിട്ടുന്ന രീതിയിൽ സന്ദേശം കിട്ടാവുന്ന രീതിയിലേക്ക് സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രവർത്തനം. ക്രമം നമ്പർ 6, സ്കൂളിനകത്ത് സ്കൂളിന് ഗുണം നൽകുന്ന രീതിയിൽ ഒരു സേവനം നിർവഹിക്കപ്പെട്ട പ്രവർത്തനം. ക്രമം നമ്പർ 7, സ്കൂളിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രവർത്തനത്തിൽ നമ്മൾക്കൊരു ഉൽപ്പന്നം ഉയർത്തി കാണിക്കാനുണ്ടെങ്കിൽ അത് ക്രമം നമ്പർ 7 നമുക്ക് ഡാറ്റയായി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇത് 3 നിങ്ങളുടെ പ്രവർത്തനം ഉൾപ്പെടുന്നില്ല, നിങ്ങളുടെ പ്രവർത്തനം വെറൈറ്റി ആണ് എങ്കിൽ, അത് സ്കൂൾ തലത്തിലെ എല്ലാ കുട്ടികൾക്കും ഉപകരിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ക്രമം നമ്പർ 8 ആയിട്ട് ആ സ്കൂൾ തലത്തിൽ നിങ്ങൾ സംഘടിപ്പിച്ച സ്പെഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഡാറ്റ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഏരിയയിൽ വരുന്നത് 70 മണിക്കൂറിൽ നിർവഹിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളാണ്. അതിന്റെ ആദ്യ മേഖലയിൽ റോഡ് ബേസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. 9, 10, 11 ക്രമ നമ്പറുകളിൽ നമ്മൾ റോഡിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സംഘടിപ്പിക്കപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കൾ സമൂഹമായിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ഈ ഗണത്തിൽ ഉൾപ്പെടുത്തി ഡാറ്റ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ കമ്മ്യൂണിറ്റി ലെവലിലെ ക്രമം നമ്പർ 9, റോഡുകളിൽ സ്കൂൾ പരിസരത്തോ മറ്റോ ഉള്ള റോഡുകൾ നമ്മൾ സംഘടിപ്പിക്കപ്പെട്ട സന്ദേശങ്ങൾ കൈമാറുന്ന പ്രവർത്തനങ്ങൾ. റോഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നൽകിയ സേവനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ട പ്രവർത്തനമാണെങ്കിൽ അത് 10 നിങ്ങൾക്ക് ഡാറ്റയായി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുമല്ല, നമ്മൾ റോഡ് കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്നം നമുക്ക് എടുത്തു കാണിക്കാനുണ്ട് എങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പ്രവർത്തനമായി മാറിയെങ്കിൽ അത് നിങ്ങൾക്ക് ക്രമം നമ്പർ 11 കാണിക്കാവുന്നതാണ്. കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് ഷോപ്പുകൾ കേന്ദ്രീകരിച്ച്, സ്കൂളിൻ പരിസരത്തും അല്ലാതെയുമുള്ള ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് കാലാകാലങ്ങളായി നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ. അവിടെയും 3 പ്രധാനമായി വരുന്നത്: മെസ്സേജ്, സർവീസ്, പ്രൊഡക്റ്റ്. ഷോപ്പുകളിൽ സന്ദേശം കൈമാറിക്കൊണ്ട് നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ക്രമം നമ്പർ 12. ക്രമം നമ്പർ 13
ഷോപ്പുകളെ കേന്ദ്രീകരിച്ച് സേവനങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ. ക്രമം നമ്പർ 14 ഷോപ്പുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ കൈമാറിക്കൊണ്ടോ അവിടെ നിലനിർത്തിക്കൊണ്ടോ നമ്മൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിനെ ക്രമ നമ്പർ 14 നമുക്ക് കാണിക്കാവുന്നതാണ്. കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിൽ വരുന്ന മറ്റൊരു ഏരിയ നമ്മൾ സ്കൂളിന് പുറത്ത് ഉള്ള സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നതാണ്. അത് 15, 16, 17 എന്ന ഇനക്രമങ്ങളായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെയും മെസ്സേജ്, സർവീസ്, പ്രൊഡക്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വിഭജിച്ചിട്ടുള്ളത്. അതിൽ ക്രമ നമ്പർ 15 സ്കൂളിന് പുറത്ത് മറ്റൊരു സ്ഥാപനത്തിലേക്ക് നമ്മൾ സന്ദർശിച്ചുകൊണ്ട് സന്ദേശം കൈമാറുകയാണ്. അത് അവിടെ അങ്ങോട്ട് സന്ദേശം കൈമാറുക എന്നല്ല, വിദ്യാർത്ഥികൾക്ക് ഒരു നല്ലൊരു സന്ദേശം ലഭിക്കുകയാണെങ്കിൽ, ആ സന്ദർശനം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരു സന്ദേശം ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കാണിക്കേണ്ടത് ക്രമ നമ്പർ 15-ലാണ്. അതുപോലെ തന്നെ ക്രമ നമ്പർ 16 സ്കൂളിന് പുറത്ത് മറ്റൊരു സ്ഥാപനത്തിന് നിങ്ങളൊരു സേവനം കൊടുക്കുകയാണെങ്കിൽ, അത് ഏത് തരത്തിലുള്ള സേവനങ്ങളായിക്കോട്ടെ, നമ്മുടെ വിദ്യാർത്ഥി വളണ്ടിയർമാരാൽ നിർവഹിക്കപ്പെട്ടൊരു സേവനമാണെങ്കിൽ അതിന് പ്രിവിലേജ് കിട്ടുന്നതിന് വേണ്ടി അത് നിങ്ങൾക്ക് 16-ാമത്തെ ഇനമായിട്ട് കാണിക്കാവുന്നതാണ്. സ്കൂളിന് പുറത്ത് നിങ്ങൾ മറ്റൊരു സ്ഥാപനം സന്ദർശിച്ചുകൊണ്ട് അവിടെ ഒരു ഉൽപ്പന്നം കൈമാറുകയോ അവിടെ ഒരു ഉൽപ്പന്നം എടുത്തു കാണിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ക്രമം നമ്പർ 17 നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിൽ മറ്റൊരു മേഖലയാണ് ദത്ത് ഗ്രാമത്തിലെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. ക്രമം നമ്പർ 18 ദത്ത് ഗ്രാമത്തിലെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സന്ദേശം കൈമാറുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് സന്ദേശം കിട്ടുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് ക്രമ നമ്പർ 18 ഡാറ്റ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ദത്ത് ഗ്രാമത്തിലെ വീടുകൾ സന്ദർശിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി വളണ്ടിയർമാർ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ കൈമാറുകയാണെങ്കിൽ അത് ക്രമ നമ്പർ 19 നിങ്ങൾക്ക് ഡാറ്റ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾ മുൻകൈ എടുത്തുകൊണ്ട് സമൂഹത്തിലെ ദത്ത് ഗ്രാമത്തിലെ ആളുകൾക്ക്, വീടുകൾക്ക് ഗുണപ്രദമാവുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഉൽപ്പന്നം നിങ്ങൾക്ക് എടുത്തു കാണിക്കാവുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനമാണെങ്കിൽ അത് ക്രമ നമ്പർ 20 നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. ഇതിലൊന്നും നിങ്ങളുടെ പ്രവർത്തനം വരുന്നില്ല. സ്കൂളിന് പുറത്ത് സമൂഹത്തിലാണ് ഞങ്ങൾ പ്രവർത്തനം സംഘടിപ്പിച്ചത്, അത് വൈവിധ്യമാർന്നു, അത് മെസ്സേജിൽ വരുന്നില്ല, അത് സർവീസിൽ വരുന്നില്ല, അത് പ്രൊഡക്റ്റിലും വരുന്നില്ല എങ്കിൽ അത് നിങ്ങൾക്ക് 21-ാമത്തെ ഇനമായി പ്രത്യേക ആക്ടിവിറ്റിയായി കാണിക്കാവുന്നതാണ്. നമ്മുടെ യൂണിറ്റിൽ നിർവഹിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രോഗ്രാം ഓഫീസറുടെ അധ്വാനം, നമ്മുടെ കുട്ടികളുടെ അധ്വാനം, അതിന് കൃത്യമായ അംഗീകാരം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായ 21 ഘടകങ്ങളായി തരംതിരിച്ച് അതിന് വേണ്ട മുൻഗണനകൾ കൊടുത്തുകൊണ്ട് തന്നെ ആണ് പുതിയ പോർട്ടലിൽ നമ്മൾ മാനേജ്മെന്റ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അത് നമ്മുടെ ഭാവിയിലേക്ക് നമ്മുടെ മോണിറ്ററിങ്ങിനും റിപ്പോർട്ടിങ്ങിനും ഡോക്യുമെന്റേഷനും ഒക്കെ യൂണിറ്റിനും പ്രോഗ്രാം ഓഫീസർക്കും ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. 21 ഇനങ്ങളായി തരംതിരിച്ച റെഗുലർ പ്രവർത്തനങ്ങൾ പുതിയ പോർട്ടലിലേക്ക് എങ്ങനെയായി ഡാറ്റയായി അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാണ് അടുത്തതായി പറയാൻ പോകുന്നത്. സാധാരണ പോലെ തന്നെ പ്രോഗ്രാം ഓഫീസർ ലോഗിൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഡാഷ്ബോർഡിൽ ഇടതുഭാഗത്ത് ആക്ടിവിറ്റീസ് എന്നൊരു ലിങ്ക് കാണാം. ആക്ടിവിറ്റീസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പുതിയ പേജിലേക്ക് എത്തുന്നു. ആ പുതിയ പേജിൽ ഇടതുഭാഗത്ത് മുകളിലായി 3 തരം പ്രവർത്തനങ്ങളുടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. അതിൽ നിന്ന് നമ്മൾ ഡാറ്റ അപ്ലോഡ് ചെയ്യുന്ന ഇത് ഏതാണോ, ഓറിയന്റേഷൻ ആണോ, ക്യാമ്പസ് ആണോ, കമ്മ്യൂണിറ്റി ആണോ, പ്രവർത്തനം സെലക്ട് ചെയ്യുക. അപ്പൊ ആ പേജ് പുതുക്കി വരുന്നതാണ്. അതിൽ വലതുഭാഗത്ത് ക്രിയേറ്റ് എന്ന് കൊടുത്താൽ മതിയാവും. ക്രിയേറ്റ് ചെയ്ത് ഏത് തരം പ്രവർത്തനങ്ങളുടെ ഡാറ്റയാണോ നമ്മൾ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ക്രിയേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ആക്ടിവിറ്റീസ് അടിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയ പേജ് ലോഡ് ചെയ്ത് വരുന്നതായി കാണാം. അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബാച്ച് സെലക്ട് ചെയ്യുക. നമ്മൾ ഈ പ്രവർത്തനത്തിൽ ഏത് വിഭാഗം കുട്ടികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, 1-ാം വർഷക്കാരെയാണോ, 2-ാം വർഷക്കാരെയാണോ, അതോ മുഴുവൻ യൂണിറ്റിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഈ ആക്ടിവിറ്റിക്ക് വേണ്ടി എത്ര അവേഴ്സ് ആണ് മാറ്റിവെച്ചത് എന്നത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്കൂൾ അവേഴ്സിൽ വളരെയധികം മണിക്കൂറുകൾ കാണിക്കുന്നത് ശ്രദ്ധിച്ച് ചെയ്യണം. സ്കൂൾ ഇതര മണിക്കൂറുകളാണെങ്കിൽ അവിടെ നമുക്ക് റെസ്ട്രിക്ഷൻ വരുന്നില്ല. സ്കൂൾ സമയത്താണെങ്കിൽ 2 മണിക്കൂറിന്റെ മേലേക്ക് കാണിക്കുമ്പോൾ അത് പ്രിൻസിപ്പളോടൊക്കെ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അതൊരു പ്രത്യേക പ്രവർത്തനമാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. ഹവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ
പേര്, ആ പ്രൊജക്ടിന്റെ പേരോ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന് നിങ്ങൾ നൽകിയ പേനോ അല്ലെങ്കിൽ ദിനാചരണമോ എന്താണെങ്കിൽ ആ പേര് മൂന്നാമതായിട്ട് അവിടെ കൊടുക്കുക. അതിനുശേഷം പ്രവർത്തനം നടത്തിയ ഡേറ്റുകൾ തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കണം. ആ ഡേറ്റ് ഹോളിഡേ ആണെങ്കിൽ അത് പ്രത്യേകം മാർക്ക് ചെയ്യണം. അത് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അതുപോലെ തന്നെ 5ആയിട്ട് പറയാനുള്ള ചെക്ക് ലിസ്റ്റ് ആണ്. ഈ പ്രവർത്തനത്തിന് ജിയോ ടാഗ്ഡ് ഫോട്ടോ ഉണ്ടെങ്കിൽ, അതിന് വാർത്ത പ്രാധാന്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് നമുക്ക് എന്തെങ്കിലും അപ്രീസിയേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഡയറി വർക്ക് കുട്ടികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങൾ ടിക്ക് ചെയ്ത് പോയാൽ അതൊക്കെ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് പിന്നീട് വരുന്നത്. ആറാമതായിട്ട് ആ നരേഷൻ കോളത്തിൽ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചൊരു ചുരുക്ക വിവരണം ഒന്നോ രണ്ടോ ലൈനിലായിട്ട് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നിങ്ങൾക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി വലത് താഴെ കാണുന്ന മാർക്ക് അറ്റൻഡൻസ് എന്ന പച്ച ബട്ടൺ അമർത്താം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രവർത്തനത്തിൽ നേരത്തെ കൊടുത്തിരുന്ന ബാച്ചിലെ കുട്ടികൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ തരംതിരിച്ച് ലിസ്റ്റായിട്ട് കയറി വരുന്നതാണ്. വലത്തെ അറ്റത്ത് നിങ്ങൾക്ക് മുകളിൽ ഹവേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓൾ എന്നുള്ള ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളെയും ടിക്ക് ചെയ്യപ്പെടും, അറ്റൻഡൻസ് ടിക്ക് ചെയ്യപ്പെടും. ആ പ്രവർത്തനത്തിൽ പങ്കെടുത്താത്ത കുട്ടികളുടെ പേരിന് നേരെ അൺടിക്ക് ചെയ്യേണ്ടതാണ് അറ്റൻഡൻസ്. ചില കുട്ടികൾ കുറച്ചു സമയം മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂവെങ്കിൽ അത്ര മണിക്കൂറുകൾ മാത്രമേ കാണിക്കാറുള്ളൂ. മണിക്കൂറിന്റെ കോളം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് സേവ് അറ്റൻഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള പേജിലേക്ക് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ സേവ് ചെയ്ത പ്രവർത്തനം വീണ്ടും RPA കയറ്റാനും അറ്റൻഡൻസ് കാണാനും ഫോട്ടോ കയറ്റാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും കൺഫേം ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ പുറത്ത് പേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പ്രസ്തുത പ്രവർത്തനത്തിന് RP ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അറ്റൻഡൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫോട്ടോസ് ഇപ്പൊ തൽക്കാലം ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട, അത് പിന്നീട് നമ്മൾ നിർദ്ദേശം തരുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്ത ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാവുന്നതാണ്, ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ അത് കൺഫേം ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ കൺഫേം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പിന്നീട് പെർഫോമൻസ് അസസ്മെന്റ് കമ്മിറ്റിയുടെ മെമ്പറായിട്ടുള്ള CC നമ്മുടെ ഈ വിവരണം കണ്ട് CCക്ക് നിങ്ങൾ എല്ലാ ഫോട്ടോസും പ്രവർത്തനത്തിന്റെ ഫോട്ടോസും നിങ്ങൾ യൂണിറ്റ് തലത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ CCയെ അറിയിച്ചിട്ടുണ്ടാവും എന്ന അടിസ്ഥാനത്തിൽ അതെല്ലാം CC വെരിഫൈ ചെയ്യുന്നതാണ്. CC വെരിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രധാന ഡാഷ്ബോർഡിൽ ആക്ടിവിറ്റി നിങ്ങളുടെ പ്രോഗ്രസ് കൃത്യമായി പ്രത്യേകം ബാച്ച് തിരിച്ച് ഹെഡ് തിരിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വലതുഭാഗത്ത് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയും ലളിതമായ രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഈ വർഷം നമ്മുടെ യൂണിറ്റിൽ നടത്തിയുള്ള പ്രവർത്തനങ്ങളെ ഈ 21 ഇനങ്ങളായി തരംതിരിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പോർട്ടലിലേക്ക് വെറും കുറച്ച് മൗസ് ക്ലിക്കുകൾ കൊണ്ട് തന്നെ ഡാറ്റ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നവംബർ 30 വരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇലക്ഷനും മറ്റും വന്ന പശ്ചാത്തലത്തിൽ ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് നീട്ടി നൽകാവുന്നതാണ്. എന്നാലും സമയം കളയാതെ നിങ്ങൾക്ക് ഈ പ്രവർത്തനം നിങ്ങൾ ഇതിലേക്ക് ഡാറ്റയായി അപ്ലോഡ് ചെയ്യുന്നതിന് ഈ വീഡിയോ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.